ഫാസിസത്തിന് എതിരെ നിൽക്കുന്നവർ ഒന്നായതാണ് നിലമ്പൂരിൽ നാം കണ്ടത്. അവർണ്ണനധികാരം, പീഡിതർക്ക് മോചനം എന്ന വിപ്ലവകരമായ മുദ്രാവാക്യമുയർത്തി രൂപീകൃതമായ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഇപ്പോൾ നല്ല പവറിലാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ചർച്ച മുഴുവൻ PDP LDF സഖ്യത്തിലേക്കാണ്. PDPക്കും ചിലത് പറയാനുണ്ട്. LDF PDP LDFിന് പിന്തുണ നൽകിയതിനെ ചൊല്ലി വിവാദങ്ങൾ ഉയർത്തി വരികയാണ്. അപ്പോഴും LDFിൻ്റെ ഉന്നതരായ നേതാക്കൾ, CPMൻ്റെയും CPI ഉൾപ്പെടെയുള്ള നേതാക്കൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, PDP മതനിരപേക്ഷതയ്ക്ക് ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനമാണ്. അവർക്ക് വർഗീയതയില്ല, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന നിലയിലുള്ള ശക്തമായ മതേതരത്വ നിലപാട് കൈക്കൊണ്ടുവരുന്ന പ്രസ്ഥാനമാണെന്ന് പറയുമ്പോഴും വീണ്ടും ഇല്ലാക്കഥകളുണ്ടാക്കി ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതിനകത്ത് തെളിവ് വേണം. യാതൊരു തെളിവുമില്ലാതെ PDPയെ വിവാദത്തിൽ പെടുത്തിക്കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ട് UDFിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ. PDPയുടെ കഴിഞ്ഞകാല ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 93 ഏപ്രിൽ മാസം 14 ഡോക്ടർ BR അംബേദ്കറിൻ്റെ ജന്മദിനത്തിൽ രൂപീകൃതമായ പ്രസ്ഥാനമാണ് PDP എന്ന് പറയുന്നത്. അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി, പീഡിത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അതിശക്തമായ നിലപാടുമായിട്ടാണ് PDP മുന്നോട്ട് പോകുന്നത്. കാലാകാലങ്ങളിൽ അധികാരത്തിൻ്റെ പിന്മുറങ്ങളിലേക്ക് ചവിട്ടി പുറത്താക്കപ്പെട്ട ജനവിഭാഗം, അവരുടെ അധികാരം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അവർണ്ണന അധികാരം, പീഡിതന് മോചനം എന്ന താത്വികമായ നിലപാടാണ് എന്നും PDP സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പം ഇതിനെ ഭയക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഇതിനെ ഭയന്നുകൊണ്ട് തന്നെയാണ് അബ്ദുൽ നാസർ മദനിക്കെതിരെ ഫാസിസവും ഈ അവർണ്ണ ജനവിഭാഗങ്ങളുടെ ഉയർത്തലിനും അധികാരത്തിനും വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കള്ളക്കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അബ്ദുൽ നാസർ മദനിക്കെതിരെ 2 കള്ളക്കേസ് പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. കോയമ്പത്തൂരും ബാംഗ്ലൂരിലും അങ്ങനെ കള്ളക്കേസ് മെനഞ്ഞുണ്ടാക്കി അദ്ദേഹത്തെ തലമുടി നാഴിര കീറി പരിശോധിച്ച്, തെളിവുകൾ പരിശോധിച്ച് കോയമ്പത്തൂർ സ്ഫോടന കേസിൽ അദ്ദേഹം തികച്ചും നിരപരാധിയാണെന്ന് കണ്ടു കോടതി വെറുതെ വിട്ടു. അതിന്മേൽ അപ്പീൽ പോയി, ഹൈക്കോടതിയും അത് ശരിവെച്ചുകൊണ്ട് അദ്ദേഹം നിരപരാധിയാണെന്ന് കാണുകയുണ്ടായി. അതിനുശേഷവും അബ്ദുൽ നാസർ മദനിയുടെ നിലപാടിന് അണ്ണുവട മാറ്റം വന്നില്ല. അതിശക്തമായ നിലപാടുമായി മുന്നോട്ട് പോയി. ഈ രാജ്യത്തെ പീഡിത വർഗത്തിന് വേണ്ടി, അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന് വേണ്ടി സന്ധിയില്ലാത്ത നിലപാടുമായിട്ട് ഫാസിസത്തിനെതിരെയും സാമ്രാജ്യത്വത്തിനെതിരെയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കിയാൽ കഴിയാം. അദ്ദേഹം കോയമ്പത്തൂർ ജയിൽ നിരപരാധിയാണെന്ന് കണ്ട് ജയിൽ വിമുക്തനായി വന്നതിന് ശേഷം അദ്ദേഹം ഒരു കാര്യം പറയുകയുണ്ടായി. ഞാൻ എൻ്റെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല, പക്ഷേ ഞാൻ ഉപയോഗിച്ച ശൈലിയുണ്ട്, ആ ശൈലി പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ ശൈലിയിൽ ഞാൻ മാറ്റം വരുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാട് ഫാസിസത്തിനെതിരെയുള്ള നിലപാട്, സാമ്രാജ്യത്തിനെതിരെ നിലപാട്, അവർണ്ണന അധികാരം, പീഡിതന് മോചനം എന്നുള്ള ആ നിലപാട് അതിലൊരിക്കലും ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല, മാറ്റമില്ലാതെ അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. ആ നിലപാടിൽ മാറ്റമില്ലാതെ തുടർന്നതാണ് വീണ്ടും അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി ബാംഗ്ലൂരിൻ്റെ ജയിലടിയിൽ അടച്ചത്. ആ കേസിൻ്റെ ഫൈനൽ വിധിയിലേക്ക് വരികയാണ്. അത് കള്ളക്കേസാണെന്ന് മുഴുവൻ ജനസമൂഹത്തിനും അറിയാവുന്നതാണ്. വിസ്താരമെല്ലാം പൂർത്തിയായി. അപ്പോൾ അവിടെയും അതിനും നേതാക്കന്മാർ പറയുകയുണ്ടായി. നമ്മുടെ CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കള്ളക്കേസിൽ കുടുക്കി വസ്തുതാവിരുദ്ധമായ നിലയിൽ അദ്ദേഹം പോകുന്നത് ആ നിലപാടെടുത്തതാണെന്നും ഈ നമ്മുടെ കേരള സമൂഹത്തിന് മൊത്തം അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അബ്ദുൽ നാസർ മദനി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നിരപരാധിയായ ഒരു മനുഷ്യൻ, പീഡിപ്പിക്കപ്പെട്ട വിഭാഗം, അദ്ദേഹം എടുത്ത ആ വാക്കാണ് ഉപയോഗിച്ചത്. പീഡിപ്പിക്കപ്പെട്ട വിഭാഗമാണ് PDP. അബ്ദുൽ നാസർ മദനിയെപ്പോലെ ഒരു നിരപരാധി ഇന്ത്യ രാജ്യത്ത് ഇത്രയധികം പീഡനങ്ങൾക്ക് വിധേയമായ, അദ്ദേഹത്തിൻ്റെ യൗവനം മുഴുവൻ ജയിലിൽ തളയ്ക്കപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മുഴുവൻ ജയിൽ ജീവിതം കവർന്നെടുത്തു. ഈ അവസ്ഥയിലായി. അപ്പോൾ ഏറ്റവും വലിയ പീഡിതൻ അബ്ദുൽ നാസർ മദനിയാണെന്ന കണ്ടുകൊണ്ട് തന്നെയാണ് ആ വാക്ക് ഉപയോഗിച്ചത്.